ഇവിടെ പഴയ കുന്നുമ്മൽ പഞ്ചായത്ത് പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അവർ ഒരു പുതിയ മിഷനുമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന് സംസാരിക്കണമെന്നുണ്ട് എന്നോട്. സാർ, ഞങ്ങൾ ഈ ലഹരിയുമായി ബന്ധപ്പെട്ട് ഈ ഇത്രയും വിഷയം സജീവമാകുന്നതിന് മുമ്പ് തന്നെ കഴിഞ്ഞ മെയ് മാസം മുതൽ ഒരു ലഹരി വിരുദ്ധ ക്യാമ്പയിൻ ഏറ്റെടുത്ത അപൂർവം പഞ്ചായത്തുകളിൽ ഒന്നാണ് നമ്മൾ. അത് മാധ്യമ രംഗത്ത് നിന്നാണ് അങ്ങനെ ഒരു നിർദ്ദേശം വന്നത്. ഇവിടുത്തെ ഓട്ടോറിക്ഷ തൊഴിലാളികളടക്കം, ചുമട്ട് തൊഴിലാളികളടക്കം, കുടുംബശ്രീ അടക്കമുള്ള സ്കൂളുകൾ, വിദ്യാർത്ഥികളടക്കമുള്ള ഒരു വിളിച്ചു ചേർത്തുകൊണ്ട് ഒരു യോഗം ചേർന്നൊരു ടാസ്ക് ഫോഴ്സ് രൂപീകരിച്ച് അതിനെതിരെ വിവിധ തലങ്ങളിലുള്ള ക്യാമ്പയിൻ 4 ഘട്ടം പൂർത്തിയാക്കി. പഴയ കുന്നുമ്മൽ പഞ്ചായത്തിൽ ഇങ്ങനെയൊക്കെയുള്ള അപകടകാരികളുണ്ടോ? അപ്പോൾ ഈ ബസ് സ്റ്റാൻഡ് അല്ലല്ല സാർ, ഈ ബസ് സ്റ്റാൻഡ് തന്നെ ഇതിനകത്ത് പല കുട്ടികളും ഇതിനകത്ത് ഇടപെടുന്ന ഞങ്ങൾ കണ്ടു. അതാ ശുദ്ധമാക്കി, അതായത് ഫ്രീ ആയിട്ട്, അതായത് ലഹരി വിമുക്ത പഞ്ചായത്തായി പ്രഖ്യാപിക്കാൻ പോവുകയാണ് ഞങ്ങൾ. അത് പ്രഖ്യാപിക്കുക മാത്രമല്ല, പിന്നെ ഇത് നിങ്ങളെ പ്രഖ്യാപിച്ചതിന്റെ കീഴിൽ കൂടെ കിഴുത്തലിടാൻ ആൾക്കാർ വരും. ഈ കാര്യം ഇത് കാശിട്ടുന്ന പണിയാണല്ലോ. അപ്പൊ അതുകൊണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും പഞ്ചായത്ത് അംഗങ്ങളും ഒരു പാർട്ടി ഭേദമന്യേ ഇറങ്ങിയാലേ നമ്മുടെ കുട്ടികളെ നമുക്ക് കൈവിട്ടാൻ പറ്റത്തില്ല. കുട്ടികളാണ് ഇപ്പൊ പ്രശ്നം. അതെ, നമ്മള് മുതിർന്നവരുടെയൊക്കെ കാലം പോയി. അതെ, ഇതൊക്കെ പഞ്ചായത്ത് അംഗങ്ങളാണ്, വനിതാ അംഗങ്ങളൊക്കെ മെമ്പർമാരാണ്. എല്ലാവരും പഞ്ചായത്ത് മെമ്പറാ. ഓക്കെ ഓക്കെ. അപ്പൊ നിങ്ങളൊക്കെ സ്ട്രോങ്, നിങ്ങളെ അമ്മമാരാണ് ഇതിനകത്ത് ഏറ്റവും. അപ്പൊ സ്ട്രോങ് ആണ്. മാത്രമല്ല, ഒരു മയക്കുമരുന്ന് വ്യാപാരിയെ നിങ്ങളുടെ പഞ്ചായത്തിൽ കടത്തില്ല എന്ന് നിങ്ങൾ തീരുമാനിക്കണം. എന്നുവെച്ചാൽ ചൂല് കയ്യിലെടുത്ത് നിൽക്കണം. നിങ്ങൾ കേറിയ അടിച്ച ഓടിക്കും. ഓക്കെ, എല്ലാരും കേട്ടോണ്ടിരിക്കുക, വ്യാപാരികളും കേട്ടോണ്ടിരിക്കുക. വ്യാപാരി വ്യവസായ പ്രസിഡന്റ്, അങ്ങനെ പേരെന്താ? ബാബുരാജ്. ബാബുരാജ് ആരാണിക്കാൻ പോണോ? പിന്നല്ലേ, എനിക്ക് അതല്ല വേണ്ട. നിങ്ങൾ മയക്കുമരുന്നിനെതിരെ യുദ്ധം ചെയ്യുമെന്നുള്ള എനിക്ക് അറിയുന്നു. ഉറപ്പായി. അപ്പൊ അണിയിച്ചോളൂ. എനിക്കിതൊക്കെ ഇതൊക്കെ ഓക്കെ. കിളിമാനൂരിന്റെ മണ്ണിലേക്ക് സ്വാഗതം. ഓക്കെ, താങ്ക് യു. ഞങ്ങളൊരു ബ്രോഷർ തയ്യാറാക്കിയിട്ടുണ്ട്. ഓപ്പറേഷൻ കാവൽ എന്ന് പറയുന്നതാണ്. ഓപ്പറേഷൻ കാവൽ. അപ്പൊ ഇത് സാറിന്റെ ഒരു പ്രകാശനം കൂടെ സാർ നടന്നു. ഞാൻ ഇതേ വ്യാപാരി വ്യവസായി കൊടുത്തിട്ട് പ്രകാശിപ്പിക്കാം. അപ്പൊ ഈ കാവലിന്റെ എന്താ ഉദ്ദേശിക്കുന്നത്? കാവൽ എന്ന് പറഞ്ഞാൽ സാർ നേരത്തെ പറഞ്ഞതുപോലെ ഫ്രീ ആയിട്ട് പഞ്ചായത്തിനെ സമ്പൂർണ്ണമായി തന്നെ ലഹരി വിരുദ്ധ പഞ്ചായത്തായി പ്രഖ്യാപിക്കുകയും തുടർന്ന് നല്ല മോണിറ്ററിംഗും നിരീക്ഷണവും നാട്ടുകാരുടെയും എല്ലാവരുടെയും സഹകരണത്തോടെ തുടർന്ന് ഉണ്ടാകും. അല്ല, ഞാൻ ഈ നമ്മൾ ഇവിടുന്ന് പോകുമ്പോഴേ ഞങ്ങള് അവതാരകരൊക്കെ ഇവിടെ എത്തിയിരിക്കും. നമ്മള് ഈ വെയിലുകൊണ്ട് ഇറങ്ങുന്നതിന് ഒരു കാര്യമുണ്ടല്ലോ. അപ്പൊ പോകുമ്പോ ഈ പഴയ കുന്നുമൽ അല്ലേ, ഈ പഴയ കുന്നുമൽ പഞ്ചായത്തിൽ ഈ മയക്കുമരുന്ന് വ്യാപാരികളെ കടത്തില്ല. അവൻ കടന്നാൽ അവന്റെ ബാക്കി നമ്മൾ പറഞ്ഞില്ല, ടി വി കടന്നാല് നാട്ടുകാരുടെ സഹായത്തോടു കൂടി കൃത്യമായി തന്നെ കൈകാര്യം ചെയ്യും. പോലീസിനെ അയപ്പിക്കും. ഒരുവൻ പോലും ഉണ്ടാകാനില്ല. അതില്ല, അത് സാറിന്റെ ഈ പറയുന്നത്. എനിക്കാണ് യുവമാരുടെ പേര് ഇങ്ങനെ പറയും, എന്റെ നാട്ടുകാരുടെ ഭാഷ എനിക്ക് വാവല്ലാതെ വരും. സാറിന്റെ ഈ പ്രോഗ്രാമായി ബന്ധപ്പെട്ട് 24 ചാനൽ ഏറ്റെടുത്ത ഈ ദൌത്യത്തിന് എല്ലാവിധ ആശംസകളും ഞങ്ങൾ ചേരുകയാണ്. ഉണ്ടല്ലോ, ഇവിടെയുള്ള ഈ മരുന്ന് വ്യാപാരികൾ കേരളം കടക്കണം, ഇവിടെ കാണരുത്. അത്രേ ഉള്ളൂ സാർ, അത്രേ ഉള്ളൂ. ഞങ്ങളുണ്ട്, നാട്ടുകാരുണ്ട് ഞങ്ങളോടൊപ്പം. ഇങ്ങനെയുള്ളവരെ പിടിച്ചിട്ടുണ്ടോ വല്ല ഈ പാറമടയിൽ കൊണ്ടുവിടണം. അതെ, പാറ പൊട്ടി ജീവിക്കണം. അതെ അതെ, ഏറ്റവും അങ്ങനെയല്ലേ? പാറ പൊട്ടിച്ച് ജീവിക്കട്ടെ. അതാണ് കാര്യം. പാറ പൊട്ടിക്കാൻ നമ്മളെ പാറ പൊട്ടിക്കാനും പറ്റത്തില്ല. പൊതുജനം ആഗ്രഹിച്ചിരുന്ന ഇത്രയും വലിയൊരു കാര്യത്തിന്റെ ദൗത്യം ഏറ്റെടുത്തത് ഏറ്റവും വലിയ ഒരു അഭിനന്ദനം സാറിന് തരുന്നതാണ് വ്യാപാരി വ്യവസായ. ഞങ്ങൾ 11 ലക്ഷം കുടുംബങ്ങളുണ്ട് വരുന്നത്. പിന്നെ ഈ ഏപ്രിൽ 1 കിളിമാനൂരിലെ സ്ത്രീകളെ, കുട്ടികളെ, യുവതികളെ, യുവാക്കളെ ഏപ്രിൽ 2 ഏപ്രിൽ 2 ആക്കാം. വൈകുന്നേരം 4 മണിക്ക് പുതിയകാവ് ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച് ടൗൺ ഹാൾ ചുറ്റി ഇവിടെ വന്ന് ഇവിടെ ഒരു വലിയ സമ്മേളനത്തോട് പ്രതിജ്ഞ തകർക്കും, ഉറപ്പ്. ഞങ്ങളുടെ യൂണിറ്റിൽ എനിക്ക് ബാറ്ററി, എക്സൈഡ് ബാറ്ററി ഡീലർഷിപ്പ് ആണ്. ഞങ്ങളുടെ യൂണിറ്റിൽ മറ്റ് ഞങ്ങൾ അടുപ്പിക്കുകയില്ല, അത് ഉറപ്പാണ്. സാറിന്റെ ഓക്കെ സാർ, ഓക്കെ സാർ. സാർ, ഈ ലഹരി വേണ്ട, ലഹള വേണ്ട എന്ന SKയുടെ ഈ മുദ്രാവാക്യം കേരളം ഏറ്റെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അങ്ങേക്ക് എല്ലാവിധ അഭിനന്ദനങ്ങളും. അക്രമം വേണ്ട, ലഹരി വേണ്ട. ഓക്കെ, അല്ല മയക്കുമരുന്ന്. സാർ, ഒരു കാര്യം കൂടെ സാർ, ഈ ലഹരി ഉപയോഗിക്കുന്ന യുവാക്കളെ അല്ലെങ്കിൽ ആരെങ്കിലും പിടിക്കുമ്പോൾ ഈ ദൃശ്യമാധ്യമങ്ങൾക്ക് പകരം ഈ നമ്മുടെ അച്ചടി മാധ്യമങ്ങൾ ഇപ്പൊ ഇദ്ദേഹത്തിനെ പിടിച്ച്, ഇദ്ദേഹത്തിന്റെ പേര് ജോണി എന്നാണ്, ഇദ്ദേഹത്തിന് ഒരു ലഹരി മാഫിയക്ക് പിടിച്ച് തൊട്ടടിയിൽ എഴുതിയേക്കും ഇദ്ദേഹം ഇന്ന പാർട്ടിയുടെ ഇന്ന യുവജന സംഘടനയുടെ പ്രവർത്തകൻ അല്ലെങ്കിൽ നേതാവ്. ഇദ്ദേഹത്തിന് BA 1 റാങ്ക് കിട്ടിയാൽ ഇതൊന്നും എഴുതൂല്ല. ആ ഒരു പ്രവണത ഇല്ലാതാക്കണം. അത് സമൂഹത്തിൽ
വളരെ മറ്റൊരു സന്ദേശം ഉണ്ടാകും. കാരണം ഇദ്ദേഹം ഭരണകക്ഷിയുടെ ആളാണെങ്കിൽ അത് വായിക്കുന്നവർ വിചാരിക്കും അയാൾ ഇറങ്ങിപ്പോവും.